ഹായ് ഹലോ. ഇന്ന് നമുക്ക് പഴമൊക്കെ വെച്ച് സമൂസ ഷീറ്റും കൊണ്ട് അടിപൊളി മോമോസ് തയ്യാറാക്കിയാലോ. അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പം അതിലേക്ക് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. അത് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് പിന്നെ 1.5 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി സമൂസ ഷീറ്റ് 4 പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചതുരത്തിൽ ലെവലിൽ വെച്ചിട്ട് ചതുരമായിട്ട് 3 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 12 പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അല്പം മൈദപ്പൊടി എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ സമൂസ ഷീറ്റ് കട്ട് ചെയ്തതിനകത്തിട്ട് നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കാനായിട്ട് മൈദ മാവ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 സൈഡിലും മൈദമാവ് ബ്രഷ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ആദ്യം 2 സൈഡ് ഇങ്ങനെ കൂട്ടിയതിന് ശേഷം 4 സൈഡും ഒരുപോലെ ഇങ്ങനെ നടുക്കോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ സൈഡായിട്ട്. അങ്ങനെ ഇതേ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അതുപോലെ ചെയ്തെടുക്കാം. കുറഞ്ഞ ചേരുവയിൽ നല്ല ഇതാണ്, അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ എണ്ണയിലൊന്നും പൊരിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വേണമെങ്കിൽ അല്ലാതെ മസാലയൊക്കെ ചേർത്ത് ചിക്കനോ അങ്ങനത്തെ അതൊക്കെ വെച്ചിട്ട് ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ട് തയ്യാറാക്കാം. ഇവിടെ ഞാൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതും അടിപൊളിയാണ്. അങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ആവിപ്പാത്രത്തെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേന് പെട്ടെന്ന് റെഡിയായി കിട്ടും. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അത് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. ഇതാ ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.